ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇത് നടക്കുന്നത്. ആ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം യഥാർത്ഥത്തിൽ സഹകരിച്ച് എന്തെങ്കിലും എവിഡൻസ് അവർ കൊടുക്കുകയല്ല വേണ്ടത്. അതിനു പകരം കേരളത്തിലെ ജനങ്ങളുടെ ജീവിത പ്രശ്നവുമായി ബന്ധപ്പെട്ട എത്രയോ ബില്ലുകളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. ജീവിതോപാധികളുമായി ബന്ധപ്പെട്ട എത്രയോ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടത്. അതിലൊന്നിലും സഹകരിക്കാതെ സ്പീക്കറെ തെറി വിളിച്ചും സ്പീക്കറുടെ മുഖം മറച്ചും പാച്ചാൻപാടിനെ ആക്രമിച്ചും നിശബ്ദരായി നിൽക്കുന്ന ആ പാവങ്ങളെ എന്തിനാണ് ആക്രമിക്കുന്നത്? ഇത്തരം ഒരു സമീപനം സ്വീകരിക്കുന്നത് ശരിയോ? ഇത് ജനാധിപത്യത്തിന് ഭൂഷണമാണ്. അങ്ങേറ്റം അപമാനകരമായ സംഭവമല്ലേ? യഥാർത്ഥത്തിൽ ഇപ്പോൾ ഊരിയെടുക്കാൻ കഴിയാത്ത പോലെ മഹാഭാരതത്തിൽ നമുക്കറിയാം, പത്മവ്യൂഹത്തിലകപ്പെട്ട അഭിമന്യുവിനെ പോലെയല്ലേ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഇത് ഒളിച്ചോടിയത്. അപ്പോ ഈ രംഗത്ത് യഥാർത്ഥത്തിൽ അവർക്ക് ഇതിന് പുറത്തു വരാൻ കഴിയാത്ത രൂപത്തിലേക്ക് എത്തി. യഥാർത്ഥത്തിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ വിശ്വാസികളോടോ ശബരിമലയോടെയാണ് താല്പര്യമെങ്കിൽ ഇത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ പോലും അവഹേളിക്കുകയും വെല്ലുവിളിക്കുകയല്ലേ ഇത്. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാൻ യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരുടെ അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നു. അദ്ദേഹത്തോട് നേരത്തെ ആ സമയം ചോദിച്ചിട്ടാണെന്നാണ് പ്രസിഡന്റിനോട് പറഞ്ഞത്. 2-ാം തീയതി വരാൻ പറഞ്ഞു, ഗൾഫ് റിട്ടേൺ കഴിഞ്ഞു വരുമ്പോൾ കാണാം. അങ്ങനെ പറഞ്ഞതനുസരിച്ച് വീട്ടിൽ ചെന്നു. അദ്ദേഹം അവിടെ കിടപ്പുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ എഴുന്നേറ്റ് വന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയോ മെമ്പർമാരെയോ കാണാൻ കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല, അവിടെ ചെന്നിരുന്ന അവർ അവസാനം കത്ത് അവരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ കയ്യിൽ കൊടുത്തേച്ച് പോരുമ്പോൾ ആ കാര്യത്തിൽ അവർ പ്രകടിപ്പിച്ചൊരു വികാരമുണ്ട്. നമ്മുടെ നാട്ടിൽ സാധാരണ ഇതിൽ പ്രതിപക്ഷ നേതാവാകേണ്ട സാധാരണ ഒരു മെമ്പറാണെങ്കിൽ പോലും, ഒരു MLA ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ പോലും അദ്ദേഹത്തെ കാണാൻ അല്ലെങ്കിൽ നാട്ടിലുള്ള ജനങ്ങളോ വന്നാൽ അവരുടെ സാമാന്യ മര്യാദ അനുസരിച്ച് എഴുന്നേറ്റ് വന്നൊരു മറുപടി പറയുക എന്നത് ജനാധിപത്യത്തിന്റെ ഉദാത്തവുമായ ഒരു മാനവിക. പക്ഷേ നസ്രത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ബഹുമാന്യായ തോട്ടത്തിൽ രവീന്ദ്രൻ അദ്ദേഹം പ്രതിപക്ഷത്തെ കുറിച്ചുകൂടെ സൂചിപ്പിച്ചപ്പോൾ കലിയുഗത്തിന്റെ രംഗപ്രവേശവും പ്രതിപക്ഷത്തെ അത് ബാധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വിശ്വാസം അനുസരിച്ച് അദ്ദേഹം അത് പറഞ്ഞതാണ്. അപ്പൊ ഏതായിരുന്നാലും കലിയുഗത്തിന്റെ രൂപമല്ല അവരെ ബാധിച്ചെങ്കിൽ എന്തായിരുന്നാലും ബാധിച്ചിരുന്ന കാര്യം എന്തോ കുഴപ്പമുണ്ടെന്ന് നമുക്കെല്ലാം മനസ്സിലായി. പ്രതിപക്ഷത്തിന്റെ പൊതുവിലുള്ള നിലപാടുകളെല്ലാം കണ്ടു. ഒന്ന്, ശബരിമലയുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലഘട്ടത്തിൽ 68 ദിവസം കൊണ്ട് 53,60,000 പേർ ശബരിമലയിൽ വന്നുപോയി. ഒരാൾക്കും ഒരു പരാതിയില്ലാതെ ഒരു പരാതിരഹിത തീർത്ഥാടന കാലഘട്ടം മാറി എല്ലാവർക്കും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കി ആ തീർത്ഥാടന കാലഘട്ടം വളരെ ഭംഗിയായി കുറ്റമറ്റ രൂപത്തിൽ ദേവസ്വം ബോർഡും ഗവൺമെന്റും അതോടൊപ്പം സന്നദ്ധ സംഘങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം ചേർന്ന് ഭംഗിയായി ഫലപ്രദമായി വിജയകരമായി സംഘടിപ്പിക്കുകയുണ്ടായി. അന്ന് വന്നിട്ടുള്ള ഭക്തജനങ്ങൾ ചില ആളുകൾ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളും ഒപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് അവരെടുത്ത സുപ്രധാനമായ തീരുമാനങ്ങൾ ഒന്നായിരുന്നു ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുക. ഭക്തജനങ്ങൾ തന്നെ മുന്നോട്ട് വെച്ചത്, ഞങ്ങൾ ശ്രീലങ്കയിൽ നിന്ന് വരുന്നവരാണ്, ഇവിടെ വരുമ്പോൾ അനുഭവപ്പെടുന്ന ചില പ്രയാസങ്ങളൊക്കെ എനിക്ക് പറയാനൊരു അവസരം ഉണ്ടാക്കി തന്നാൽ കൊള്ളാം. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വന്നപ്പോഴാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന ആശയം ദേവസ്വം ബോർഡ് തീരുമാനമായിട്ട് എടുക്കുകയും അത് നടപ്പിലാക്കാൻ സർക്കാരിനോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. അത് നടപ്പാക്കാൻ കഴിഞ്ഞ സെപ്റ്റംബർ മാസം 20-ാം തീയതി തയ്യാറെടുത്തു. ഏതാണ്ട് 3000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് അത് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. അതിൽ പങ്കെടുത്തത് 4126 പേരാണ്. അതിൽ വിവിധ വിദേശ രാജ്യങ്ങളിലായി 182 പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. 2125 പ്രതിനിധികൾ കേരളത്തിന് വെളിയിലെ ഉത്തരപൂർവ്വ ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പങ്കെടുത്തു. ബാക്കിയുള്ളത് കേരളത്തിൽ നിന്നും പങ്കെടുത്തു. ഏതാണ്ട് 67ഓളം കേരളത്തിലെ സാമൂഹ്യ സംഘടനകൾ അതിന് പിന്തുണ പ്രഖ്യാപിച്ച് അതിൽ പങ്കെടുക്കുകയുണ്ട്. ഏറ്റവും വിജയകരമായി ആ സംഘവും മുന്നോട്ട് വെച്ച ആശയം, ഒന്ന്, ശബരിമലയുടെ ഭാവി വികസനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കിയ ഒരു മാസ്റ്റർ പ്ലാൻ 1033 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ 3 ഘട്ടങ്ങളിലായി നടപ്പാക്കുക. സന്നിധാനത്തിലും പമ്പയിലും നിലയ്ക്കലും അടക്കമുള്ള വികസന പ്രവർത്തനത്തെ സംബന്ധിച്ച് ശരിയും ശാസ്ത്രീയമായൊരു പഠനം നടത്തിയാണ് അവർ ആ മാസ്റ്റർ പ്ലാൻ മുന്നോട്ട് വെച്ചത്. അതായിരുന്നു ചർച്ച ചെയ്തതിലെ ഒന്നാമത്തെ അജണ്ട. രണ്ടാമതായി ഉള്ള സെഷനിൽ അവതരിപ്പിച്ചത് ഒരു ആഗോള പിൽഗ്രിം ടൂറിസ്റ്റ് സെന്ററായി തന്നെ ശബരിമല മാറ്റി തീർക്കാൻ. പ്രത്യേകിച്ചും ശബരിമലയിൽ കടന്നു ചെല്ലുന്ന ഏതൊരു ഭക്തനും ആദ്യം കാണുന്ന സന്ദേശം തത്വമസി എന്ന ഉപനിഷത്തുകളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം തത്വമസി ഞാൻ നീയാകുന്നു ഒരു വിശ്വമാനവിയുടെ സന്ദേശമാണ്. ആ വിശ്വമാനവിയുടെ സന്ദേശം ലോകമെമ്പാടും നമുക്ക് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞാൽ അതിൽ മതമോ ജാതിയോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അവിടെ ദർശനത്തിന് വരാം. അതൊരു പിൽഗ്രിം ടൂറിസ്റ്റ് സെന്ററായി മാറും. അങ്ങനെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി ലോകത്തെവിടെയും ഇങ്ങനൊരു ക്ഷേത്രമില്ല, ഇങ്ങനൊരു ആരാധനയില്ല. തത്വമസി എന്ന ലേഖനം ചെയ്തിട്ടുണ്ട്. ആ ആശയം കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് രണ്ടാമത്തെ സെഷൻ പിൽഗ്രിം ടൂറിസ്റ്റ് സെന്ററാക്കി മാറ്റുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച. ആ ചർച്ചകൾ നയിച്ചതാകട്ടെ കേന്ദ്രത്തിലെ മുൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന TK നായരാണ്.
അതേപോലെ ആദ്യത്തെ സെഷൻ നയിച്ചിരുന്നത് മുൻ ചീഫ് സെക്രട്ടറി ശ്രീ കെ ജയകുമാർ IAS ആണ്. മൂന്നാമത്തെ സെഷൻ ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ വലിയ രൂപത്തിലുള്ള ബാഹുല്യം വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ക്രൗഡ് മാനേജ്മെന്റ് എങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കം ഉപയോഗിച്ചുകൊണ്ട് AI സംവിധാനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്രമീകരിക്കാം. വളരെ ഫലപ്രദമായ ചർച്ചകളായിരുന്നു 3 സെമിനാറുകളിൽ ഉയർന്നു വന്നത്. അതിനുശേഷം പിന്നീട് ഒരു കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത് ഭാവിയിൽ ഇത് നടപ്പാക്കുന്നത് സംബന്ധിച്ച ആലോചനയും നടത്തി ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിഷ്കർഷിച്ച നിബന്ധനകൾക്ക് വിധേയമായി വളരെ ഭംഗിയായി ഫലപ്രദമായി വിജയകരമായി അത് പൂർത്തീകരിക്കാൻ കഴിയും. അത്തരം ഒരു ഘട്ടത്തിൽ വിഷമം പൂണ്ട ചില ആളുകൾ ഇതിന്റെ നെറ്റ് റിസൾട്ടുകളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളൊക്കെ സാർ വളരെ വളരെ പ്രാധാന്യത്തോടു ഇത് റിപ്പോർട്ട് ചെയ്ത് ആഗോള ഈ പ്രസംഗം, പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗം ദേശീയ മാധ്യമങ്ങൾ എത്ര ഭംഗിയോടുകൂടിയാണ് റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിലെ മാധ്യമങ്ങളും 1-2 എണ്ണോ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം യാഥാർത്ഥ്യബോധത്തോടുകൂടി ആ പ്രശ്നത്തെ സമീപിക്കുകയും അതിന് നല്ല രൂപത്തിലുള്ള പിന്തുണ തരികയും ചെയ്തു. അങ്ങനെ പൊതുവിൽ എല്ലാ അർത്ഥത്തിലും ആഗോള അയ്യപ്പ സംഘവും കേരളത്തിലെ ഭക്തജനങ്ങളെ സംബന്ധിച്ചോളം വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചോളം അവരുടെ പ്രതീക്ഷ അർപ്പിക്കുന്ന രൂപത്തിലേക്കും അവർക്കെല്ലാം ആ രംഗത്ത് അംഗീകരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കും വന്നു കഴിഞ്ഞപ്പോൾ അതിൽ നിസ്സഹകരണം പൂണ്ട ഒരു കൂട്ടരുണ്ട്. അത് മറ്റാരുമായിരുന്നില്ല, കേരളത്തിലെ പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്തും എല്ലാവരും ഇല്ല. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാൻ യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരുടെ അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നു. അദ്ദേഹത്തോട് നേരത്തെ ആ സമയം ചോദിച്ചിട്ടാണെന്നാണ് പ്രസിഡന്റിനോട് പറഞ്ഞത്. 2-ാം തീയതി വരാൻ പറഞ്ഞു, ഗൾഫ് റിട്ടേൺ കഴിഞ്ഞു വരുമ്പോൾ കാണാം. അങ്ങനെ പറഞ്ഞതനുസരിച്ച് വീട്ടിൽ ചെന്നു. അദ്ദേഹം അവിടെ കിടപ്പുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ എഴുന്നേറ്റ് വന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയോ മെമ്പർമാരെയോ കാണാൻ കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല, അവിടെ ചെന്നിരുന്നവർ അവസാനം കത്ത് അവരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ കയ്യിൽ കൊടുത്തേച്ച് പോരുമ്പോൾ ആ കാര്യത്തിൽ അവർ പ്രകടിപ്പിച്ചൊരു വികാരമുണ്ട്. നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവാകേണ്ട സാധാരണ ഒരു മെമ്പറാണെങ്കിൽ പോലും, ഒരു MLA ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ പോലും അദ്ദേഹത്തെ കാണാൻ അല്ലെങ്കിൽ നാട്ടിലുള്ള ജനങ്ങളോ വന്നാൽ അവരോട് സാമാന്യ മര്യാദ അനുസരിച്ച് എഴുന്നേറ്റ് വന്നൊരു മറുപടി പറയുക എന്നത് ജനാധിപത്യത്തിന്റെ ഉദാത്തവുമായ ഒരു മാനവിക. പക്ഷേ നസ്രത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ച നിലപാട് അങ്ങേറ്റം പ്രതിഷേധാർഹമല്ലേ. അവർ പ്രകടിപ്പിച്ച ഒരു വികാരമുണ്ട്. ഇത് ഈ വിഷയത്തിൽ മാത്രമാണ്. കേരളത്തിൽ നമുക്കറിയാം, ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മുമ്പ് ലോക കേരള സഭ സംഘടിപ്പിച്ചു. അതിൽ പങ്കെടുക്കാതെ മാറിയെന്ന് ആക്ഷേപിച്ചതിനെ കുറിച്ച് ബഹുമാനായ യൂസഫ് അലിയുടെ അന്നത്തെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ വരുമ്പോൾ എന്തെല്ലാം ആതിഥേയത്വം വഹിച്ച് ഉന്നതമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതാണ്. ഞങ്ങളിവിടെ വന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നതിനാണോ ഈ പ്രതിഷേധവും ഈ ബഹളവും ഈ ബോയ്ക്കോട്ടും? തെറ്റായിപ്പോയി എന്നവരെല്ലാം ഒരേ സ്വരത്തിൽ പറയും നമ്മൾ കണ്ടു. നവകേരള സദസ്സ് നടന്നു, അത് ബഹിഷ്കരിച്ചു. പക്ഷേ 7 കോടി രൂപ വെച്ച് ഗവൺമെന്റ് കൊടുത്ത് 2 കൈ നീട്ടിവാൻ കേരളത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിച്ചതാണ് നമുക്കെല്ലാം അറിയാവുന്ന പോലെ വിഴിഞ്ഞം തുറമുഖം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പോലും അത് സൂചിപ്പിച്ചു. പക്ഷേ ആ ചടങ്ങിൽ ക്ഷണിച്ചു, അത് ബഹിഷ്കരിച്ചു. അതേപോലെ തന്നെ ഫോണിന്റെയും സ്മാർട്ട് ഫോണിന്റെയും ഒക്കെ വിഷയം വന്നപ്പോൾ AI വിഷയമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ചെന്നു. ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചില്ലേ, ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ അതോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞ് തള്ളി ദൂരെ കളഞ്ഞില്ലേ? അതേപോലെ തന്നെ എത്രയോ വികസന പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിനോടെല്ലാം പുറംതിരിഞ്ഞു നിൽക്കുന്നു. ഇത് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിക്കുന്ന ജനാധിപത്യത്തോടുള്ള അവഹേളനമല്ലേ? ജനാധിപത്യത്തിൽ ജനങ്ങളാണ് സാർ യജമാനന്മാർ, ജനപ്രതിനിധികൾ ദാസന്മാരായിരിക്കണമെന്നാണ് ജനാധിപത്യത്തിന്റെ ഉദാത്തമായ സങ്കല്പം. ഇവരിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമുണ്ട്. നല്ല കാര്യങ്ങൾക്കെല്ലാം മുഖം തിരിഞ്ഞു നിൽക്കുന്ന ശൈലിയും സമീപനം സ്വീകരിക്കുന്നു. എന്ത് മര്യാദകേടാണ്! ഇവിടെ ഇപ്പോ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ അടുത്ത കാലത്ത് നമ്മൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ 17-ാം തീയതി ഒരു പ്രമുഖ ചാനലിൽ ഒരു വെളിപ്പെടുത്തൽ വന്നു. ആ വെളിപ്പെടുത്തൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു, ശബരിമലയിൽ 2019 പൂശാൻ കൊണ്ടുപോയ 4 കിലോ തൂക്കമുള്ള ആ ശില്പം കാണാനില്ല. അദ്ദേഹം ഇത് ആക്ഷേപം ഉന്നയിച്ചു. 19-ാം തീയതി ഇവിടെ അടിയന്തര പ്രമേയമായി വന്നു. 28-ാം തീയതി ഈ ആക്ഷേപം ഉന്നയിച്ച ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ, വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിന്ന് ഇത് കണ്ടെടുക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ സാർ, ഇതിലെ നീക്കവും അതിലെ ഉള്ളടക്കവും എത്ര വിചിത്രമാണ്. ഇത് കൊണ്ടുപോയവൻ തന്നെ ആക്ഷേപം ഉന്നയിക്കുക, അത് അടിയന്തര പ്രമേയമായി സഭയിൽ കൊണ്ടുവരിക, ഒരാഴ്ചക്കുള്ളിൽ അത് അയാളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുക. ഈ വിഷയം വന്നപ്പോൾ തന്നെ ഗവൺമെന്റിന് ഈ വിഷയത്തെ സംബന്ധിച്ചോളം വ്യക്തമായ നിലപാടാണ്. ഗവൺമെന്റ് ഈ കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട്, പ്രസിഡന്റിനോട് പറഞ്ഞു, ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണം. ആ അന്വേഷണം വേണമെന്ന് നേരിട്ട് പ്രഖ്യാപിക്കാൻ നമുക്കുള്ള ബുദ്ധിമുട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ ഒരു സോമോട്ടോ കേസെടുത്തിരുന്നു. മാത്രമല്ല കോടതിയുടെ നിർബന്ധങ്ങൾക്കും കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അപ്പൊ സ്വാഭാവികമായി കോടതിയോട് ആലോചിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല.
അപ്പൊ ദേവസ്വം ബോർഡിനോട് പറഞ്ഞത് സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖാന്തരം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അറിയിക്കണം. ഈ കാര്യത്തിൽ ഉന്നതതലത്തിൽ അന്വേഷണം വേണം. ഒന്നുകിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അതല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക വിങ്, അതുമല്ലെങ്കിൽ കേരള പോലീസിലെ വിജിലൻസിലെ ഉന്നതന്മാരാ വിങ്. ഇങ്ങനെയുള്ള ഒരു വിദഗ്ധമായ ടീമിനെ വെച്ച് അന്വേഷിപ്പിക്കണമെന്ന ആവശ്യം സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ്. ഞങ്ങൾ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖാന്തരം കോടതിയിൽ കൊടുത്തു. ബഹുമാനപ്പെട്ട കോടതി അത് സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതനുസരിച്ച് തന്നെ കോടതി ഉത്തരവിട്ടു, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണം. അപ്പൊ ഈ കാര്യത്തെ സംബന്ധിച്ചോളം കോടതി വിജിലൻസിന്റെ അന്വേഷണം നടത്താൻ ആദ്യം ഉത്തരവിട്ടിരുന്നു. ആ വിജിലൻസ് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ആണ്. അവരാണ് കണ്ടെത്തിയത് ഈ മാറ്റിയ സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ ഈ പറയുന്ന കൊണ്ടുപോയ ദ്വാരകപാലക പീഠം കൊണ്ട വെച്ചിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലാണെന്ന് കണ്ടെത്തിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ വിജിലൻസ് ആണ്. ആ വിജിലൻസ് കണ്ടെത്തിയ റിപ്പോർട്ട് കോടതിക്ക് കൊടുത്തു. അതിനെ തുടർന്നും നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ചുമാണ് ഇപ്പോൾ ഉന്നതതല അന്വേഷണം വന്നത്. ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഈ കാര്യത്തിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ടും കൃത്യമായി അതിന് അന്വേഷണം നടക്കണമെന്നുള്ളത് കൊണ്ടും ജനങ്ങൾക്കറിയാൻ അവകാശപ്പെട്ടതും ഒപ്പം നമുക്ക് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ നീക്കം തന്നെ ഗവൺമെന്റ് തികഞ്ഞ ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയാണ് ഈ കാര്യത്തിൽ നീക്കം. അതിനകത്ത് ഒരു സംശയത്തിന്റെയും പ്രശ്നങ്ങൾ ഇവിടെ ഈ വിഷയങ്ങൾ വരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ 2 പ്രാവശ്യം ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ കണ്ടല്ലോ. ഒന്ന്, ബഹുമാനായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ഇവിടെ അദ്ദേഹം പ്രസംഗിച്ചു, സപ്ലൈകോയിൽ എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പ്രസംഗിച്ചു എന്നിവിടെ മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പച്ചക്കള്ളമാണ്. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി GR അനിലെ കള്ളൻ എന്ന് വിളിക്കുന്നതിന് സമാനമല്ലേ പച്ചക്കള്ളം. പിറ്റേ ദിവസം GR അനിൽ വീഡിയോ ക്ലിപ്പുമായി സഭയിൽ വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് പോയി തിരിച്ചു കയറി വന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി, ഞാൻ പ്രസംഗിച്ചതാണ്. അപ്പൊ ആരാ സാർ പച്ചക്കള്ളം പറയുന്നത്? ഈ പ്രതിപക്ഷ നേതാവിനെ എങ്ങനെയാണ് സാർ വിശ്വാസത്തിലെടുക്കുക? മണിയടിച്ചിട്ട് തൂത്താൽ ഒച്ചയാക്കാതിരിക്കൂ. അദ്ദേഹത്തെ ആദ്യം കള്ളനെന്ന് വിളിച്ചില്ലേ, എന്നിട്ട് തിരിച്ചു വന്നിട്ട് അത് തെറ്റായി പോയി എന്ന് പറയും. എന്നുപോലെ ഇന്ന് രാവിലത്തെ ഒരു സംഭവം പറയാം. ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി അത് പോയിന്റ് ഔട്ട് ചെയ്തു. ഇവിടുത്തെ നമ്മുടെ ബാച്ചാൻ വാർഡിലെ മാർഷലിനെ ആക്രമിച്ച സംഭവം പറഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, പണ്ട് ഇയാൾ കള്ള സർട്ടിഫിക്കറ്റുമായിട്ട് വന്നു. പണ്ടത്തെ ആളിപ്പോ നിലവിൽ സർവീസിലില്ല, പുതിയ ആളാണിത്, പുതിയൊരു കളവല്ലേ അത്. അപ്പോ കളവ് പറയുന്ന രംഗത്ത് യഥാർത്ഥത്തിൽ എന്തും വിളിച്ചു പറയാന്ന രൂപത്തിലേക്ക് പ്രതിപക്ഷ നേതാവിന് യോജിക്കുന്ന കാര്യമാണ്. സത്യസന്ധമായി പറയേണ്ട കാര്യങ്ങൾ സഭയിൽ അങ്ങനെ വേണ്ട കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. ഇവിടെ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഇപ്പോ കളവ് പറയുന്നെങ്കിൽ ആരെയാണ് ഈ സഭയിൽ ഒരു കള്ളൻ എന്ന് വിളിച്ച് ഇവിടെ ഭരണം നടത്തിയിട്ട് പോയാൽ നമുക്ക് വിളിക്കാൻ പറ്റുന്നത്? സുപ്രീം കോടതിയുടെ 3 ദിവസം മുമ്പുള്ള സുപ്രധാനമായ ഒരു വിധി രേഖപ്പെടുത്തുക. മറ്റൊന്നുമല്ല, മുമ്പ് സപ്ലൈകോ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഇന്നത്തെ UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ്, അദ്ദേഹം കോഴ വാങ്ങി എന്നുള്ള കേസിൽ പ്രതിപ്പട്ടിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കൊടുത്ത ഹർജി സുപ്രീം കോടതി തള്ളി. നിങ്ങൾ പ്രതിയാണെന്ന് തന്നെ സൂചിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഹൈക്കോടതിയിൽ ആ വിചാരണ നേടാൻ പറഞ്ഞിരിക്കുക. ആരെക്കുറിച്ചാണ് കളവ് പറഞ്ഞത്? പ്രതിപക്ഷം ഞങ്ങളുടെ കൂടെ നിന്നാരാണ്? ഒരാൾക്കിനെ കുറിച്ച് പറയാൻ കഴിയുമെങ്കിൽ, മറിച്ച് ഇവിടെ വന്നിട്ട് കടകംപള്ളി രാജിവെക്കണമെന്നും ഞാൻ രാജിവെക്കണമെന്നും പറയുന്ന കൂടെ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്തിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ ഒരു FIR ഞങ്ങളുടെ ആരുടെയെങ്കിലും പേരിലുണ്ടോ? പറ. എന്നിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് രസമുണ്ട്. ഏതെങ്കിലും ഒരു ആക്ഷേപം ഏതെങ്കിലും തരത്തിൽ വന്നിട്ടുണ്ടോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് അന്നത്തെ മന്ത്രി എന്നുള്ള രൂപത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അന്നത്തെ മന്ത്രിയോട് ബന്ധപ്പെടേണ്ട ഒരു കാര്യമില്ല. അല്ല, ഇന്നത്തെ മന്ത്രിയോട് ബന്ധപ്പെടേണ്ട അതിന്റെ ഭരണഘടന അനുസരിച്ച് സ്റ്റാറ്റ്യൂട്ടറി പവറുള്ള ബോർഡാണ്. ആ ബോർഡ് ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും അവർക്കാണ്. അവരെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ളതിൽ ഏതെങ്കിലും പെശകുണ്ടെങ്കിൽ ഗവൺമെന്റ് ശ്രദ്ധയിൽ വന്നാൽ അത് പരിശോധിക്കാൻ ഇടപെടാം. കാര്യങ്ങൾ ഇവർക്കെല്ലാം മനസ്സിലാഞ്ഞിട്ടാണോ? ഇതിൽ ആരും ആകട്ടെ, എന്തായിരുന്നു ഒരു അന്വേഷണം പ്രഖ്യാപിച്ച സ്ഥിതിയിൽ ആരും നമ്മൾ പറയുന്നില്ല. ഏത് ഉന്നതനായിരുന്നാലും അതിൽ കുറ്റവാളി ആരാണോ അവരെ നിയമത്തിന്റെ ദൃഷ്ടിയിൽ കൊണ്ടുവരണം തന്നെയാണ് ഈ ഗവൺമെന്റ് നിലപാട്. ഞാൻ തിരിച്ചൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഈ സഭയിൽ പണ്ട് ചർച്ച ചെയ്ത ഏറ്റവും വിവാദമായ ഒരു വിഷയമാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഏറ്റുമാനൂരപ്പനെ അടിച്ചുകൊണ്ടുപോയി 7.5 പൊന്നാനിയുടെ നാട്ടിൽ. ആ 7.5 പൊന്നാനിയുടെ നാട്ടിൽ 7.5 പൊന്നാനി അടിച്ചു മാറ്റാനും ഏറ്റുമാനൂരപ്പനെ കൊണ്ടുപോകാനും വന്നത് അന്നത്തെ ആഭ്യന്തരമന്ത്രി TK രാമകൃഷ്ണനായിരുന്നു. മുഖ്യമന്ത്രി ബഹുമാനായ EK നായനാരായിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവ് ഒരു വെല്ലുവിളി നടത്തി. ഏറ്റുമാനൂരപ്പനെ നിങ്ങൾക്ക് പിടിച്ചു തരാമെങ്കിൽ ഞാനൊരു പൂച്ചണ്ട് തരാമെന്നായിരുന്നു അന്ന് നിയമസഭയിൽ പറഞ്ഞത്. ആ പൂച്ചണ്ടിന് വേണ്ടി അല്ലെങ്കിലും TK രാമകൃഷ്ണൻ കയ്യും മെയ്യും മറന്ന അന്വേഷണത്തിന് നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയി. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ വന്ന അദ്ദേഹം തന്നെ ക്ഷേത്രത്തിൽ വന്ന സംഭവം ഞാൻ ഓർക്കുന്നു. കയറി പരിശോധിച്ചു. അന്നത്തെ ടെമ്പിൾസ് ഗാർഡ് DYSP വിശ്വംഭരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ടീം അന്വേഷിച്ച് 2 ആഴ്ചയ്ക്കകം അതിലെ കുറ്റവാളികളെ നിയമത്തിന്റെ ദൃഷ്ടിയിൽ കൊണ്ടുവന്നു. ആരായിരുന്നു? പാറശാലക്കാരൻ, INDUC-കാരൻ ഗുണ്ട
ഉന്നതനായ ഒരു കോൺഗ്രസ് നേതാവിന്റെ ഗുണ്ട INTUC-കാരൻ നേതാവ് സ്റ്റീഫനായിരുന്നു സാർ അന്നത്തെ പ്രതി. ആ സ്റ്റീഫൻ പ്രതിയായി വന്നു എന്ന് മാത്രമല്ല, അയാളെ കയ്യാമം വെച്ച് കൽത്തുറങ്കിലടക്കുകയും ഏറ്റുമാനൂരപ്പന് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ കൊടുത്ത പാരമ്പര്യമാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനുള്ളത്. ഇത് തന്നെ ഞാൻ പറയുന്നു. ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് ഒരു തരി പൊന്ന് ആരെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചവിടെ വെപ്പിക്കാനും അത് അടിച്ചു മാറ്റിയവനെ കയ്യാമം വെച്ച് കൽത്തുറങ്കിലടക്കാനും ശേഷിയുള്ളൊരു ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. നിശ്ചയമായും അത് ചെയ്തിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത് ചെയ്യുന്നതിന് ഇവരെന്തിനാ തടസ്സം നിൽക്കുന്നു? ഇവർക്ക് എന്താണ് അതിനകത്ത് ഇത്ര ഭയം? അവർ ഈ വിഷയത്തിൽ സഹകരിക്കല്ലേ വേണ്ടത്? ശബരിമലയോട് ഏതെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, അവർക്ക് വിശ്വാസി സമൂഹത്തോട് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സമഗ്രമായ ഒരു അന്വേഷണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇത് നടക്കുന്നത്. ആ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം യഥാർത്ഥത്തിൽ സഹകരിച്ച് എന്തെങ്കിലും എവിഡൻസ് അവർക്ക് കൊടുക്കുകയല്ല വേണ്ടത്. അതിനു പകരം കേരളത്തിലെ ജനങ്ങളുടെ ജീവിത പ്രശ്നവുമായി ബന്ധപ്പെട്ട എത്രയോ ബില്ലുകളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. ജീവിതോപാധികളുമായി ബന്ധപ്പെട്ട എത്രയോ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടത്. അതിലൊന്നിനും സഹകരിക്കാതെ സ്പീക്കറെ തെറി വിളിച്ചും സ്പീക്കറുടെ മുഖം മറച്ചും പാച്ചാൻപാടിനെ ആക്രമിച്ചും നിശബ്ദരായി നിൽക്കുന്ന ആ പാവങ്ങളെ എന്തിനാണ് ആക്രമിക്കുന്നത്? ഇത്തരം ഒരു സമീപനം സ്വീകരിക്കുന്നത് ശരിയോ? ഇത് ജനാധിപത്യത്തിന് ഭൂഷണമാണ്. അങ്ങേറ്റം അപമാനകരമായ സംഭവമല്ലേ? യഥാർത്ഥത്തിൽ ഇപ്പോൾ ഊരിയെടുക്കാൻ കഴിയാത്ത പോലെ മഹാഭാരതത്തിൽ നമുക്കറിയാം, പത്മവ്യൂഹത്തിലകപ്പെട്ട അഭിമന്യുവിനെ പോലെയല്ലേ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഇത് ഒളിച്ചോടിയത്. അപ്പോ ഈ രംഗത്ത് യഥാർത്ഥത്തിൽ അവർക്ക് ഇതിന് പുറത്തു വരാൻ കഴിയാത്ത രൂപത്തിലേക്ക് എത്തി. യഥാർത്ഥത്തിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ വിശ്വാസികളോടോ ശബരിമലയോടെയാണ് താല്പര്യമെങ്കിൽ ഇത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ പോലും അവഹേളിക്കുകയും വെല്ലുവിളിക്കുകയല്ലേ ഇത്? അതല്ലേ കാര്യം? അപ്പൊ ഈ രംഗത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ സൂചിപ്പിച്ചു CBIയുടെ കാര്യം. ആ CBIയുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. സവക്രുടെ മുമ്പിലും ഗുരുജി ഗോൾവൽക്കറുടെ മുമ്പിലും പോയി തിരികൊളുത്തി നമസ്കരിക്കുന്ന കൂട്ടർ അത് ആവശ്യപ്പെട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതിലെ യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ കാര്യത്തിൽ കൃത്യമായി ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഇത്തരം കാര്യങ്ങളിൽ നിന്നും ആരെയും രക്ഷിച്ച പാരമ്പര്യം ഈ ഗവൺമെന്റിനില്ല. കഴിഞ്ഞ 9 വർഷക്കാലത്തിലേറെയായി ഈ രംഗത്ത് തെറ്റിന്റെ മേൽ ശക്തമായ നടപടിയും നിലപാടും സ്വീകരിച്ചു പോയൊരു ഗവൺമെന്റ് രൂപത്തിൽ ഈ വിഷയത്തിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കുറ്റമറ്റ രൂപത്തിലുള്ള സമഗ്രമായ അന്വേഷണം നടത്തി നിയമത്തിന്റെ ദൃഷ്ടിയിൽ കുറ്റവാളികളെ കൊണ്ടുവന്ന് അവിടെ നഷ്ടപ്പെട്ട പൊന്ന് അവിടെ കൊടുക്കാനും കുറ്റവാളികളെ നിയമത്തിന്റെ ദൃഷ്ടിയിൽ കൊണ്ടുപോകാനുള്ള എല്ലാ നീക്കവും വരുന്നു. ആ നീക്കത്തെ ഇവർ ഭയപ്പെടുന്നു എന്നുള്ളതല്ലേ ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് ഈ കാര്യത്തിൽ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാട് അങ്ങേയറ്റം അപലനീയമാണ്, അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. 2019 ഈ സംഭവം നടക്കുന്നത്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി സംഭവം അന്വേഷിക്കണം, കാര്യങ്ങൾ വെളിയിൽ വരണം. അന്വേഷണം നടക്കുന്നതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്ന വിജിലൻസ് റിപ്പോർട്ട് ഇപ്പോൾ കോടതി 2 ദിവസത്തേക്കും കൊടുക്കും. അതിനുശേഷം സ്പെഷ്യൽ SIT അന്വേഷണം ആരംഭിക്കും. നിശ്ചയമായും നമുക്ക് എല്ലാ കക്ഷികളെയും നിയമത്തിന്റെ ദൃഷ്ടിയിൽ കൊണ്ടുവരണം. അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാണ് സാർ നടക്കുന്നത്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ദേവസ്വത്തിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ എടുക്കുമ്പോൾ പൊതുവിൽ ഈ കാലഘട്ടത്തിൽ ആറ്റുകാൽ പൊങ്കാല നടന്നു. ഏതാണ്ട് 20 ലക്ഷത്തോളം വനിതകൾ ഉൾപ്പെടെ പങ്കെടുത്തു. വളരെ സുഗമമായി നടന്നില്ലേ? പൂർണ്ണമായി ഈ ഗവൺമെന്റിന്റെ എല്ലാ സഹായത്തോടും കൂടി നടന്നതാണ്. തൃശ്ശൂർ പൂരം ഞങ്ങൾ 3 ദിവസം അവിടെ പോയി നിന്നാണ് ഈ പ്രാവശ്യത്തെ പൂരം നടന്നത്. ഒരു പരാതിയും ഇല്ലാതെ കാര്യങ്ങൾ നടന്നില്ലേ? വിശ്വാസി സമൂഹത്തിന്റെ എല്ലാ താല്പര്യങ്ങളും പരിരക്ഷിച്ചുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകും. ശബരിമലയിലും എല്ലാ അർത്ഥത്തിലും പിന്നിട്ട വർഷത്തെ തീർത്ഥാടനം പോലെ തന്നെ ഇപ്പൊ വിഭാവനം ചെയ്ത എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ള കാഴ്ചപ്പാടോടെ ഗവൺമെന്റ് വരുന്നത്. അതിന് നിശ്ചയമായും ഈ സഭയുടെ എല്ലാ പിന്തുണയും ഉണ്ടാകുന്നു. ക്ഷേത്രങ്ങളിലെ 1 രൂപ പോലും നമ്മൾ സംസ്ഥാന ഗവൺമെന്റ് ഇങ്ങോട്ട് വാങ്ങാറില്ല. അതേസമയത്ത് ക്ഷേത്രങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അങ്ങോട്ട് പണം ഗവൺമെന്റ് കൊടുക്കുന്ന സമീപനമാണ് ഈ ഗവൺമെന്റ് ഇതുവരെ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതിനോടകം തന്നെ അദ്ദേഹം സൂചിപ്പിച്ചു 638 കോടി രൂപ കൊടുത്താണ് അദ്ദേഹം പറഞ്ഞത്. അതല്ല, അതിന് പുറമെ കിഫ്ബി പ്രോജക്റ്റ് മുഖാന്തരം 116 കോടി രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് എരുമേലിയിൽ, അതേപോലെ നിലയ്ക്കലിൽ, ചെങ്ങന്നൂരിൽ, കഴക്കൂട്ടത്ത്, ആറ്റിങ്കൽ തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം ഇടത്താവളങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഫണ്ട് അനുവദിച്ച് 2 തീർന്നു കഴിഞ്ഞു. ബാക്കി ഓൺഗോയിങ് പ്രോജക്റ്റാണ്. അപ്പോൾ അങ്ങോട്ട് പണം കൊടുക്കുന്ന രൂപത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതുപോലെ കോവിഡ് കാലഘട്ടത്തിൽ വിവിധ ക്ഷേത്രങ്ങളിൽ ശാന്തിക്കാർക്കും കഴകക്കാർക്കും ജീവനക്കാർക്കും ശമ്പളം കൊടുക്കാനില്ലാതെ വന്നപ്പോൾ ഗവൺമെന്റ് സഹായിച്ചാണ് അത്തരം കാര്യങ്ങളിൽ യഥാർത്ഥത്തിൽ നടപടികൾ നീങ്ങിയിരുന്നത്. അപ്പോൾ 1 രൂപ പോലും ക്ഷേത്രങ്ങളുടെ ഗവൺമെന്റ് ഇങ്ങോട്ട് എടുക്കാറില്ല. മറിച്ച് ക്ഷേത്രങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അങ്ങോട്ട് പണം കൊടുക്കലാണ്. ഇത്തരത്തിലാണ് കാര്യങ്ങൾ നടന്നു വരുന്നത്.